വയനാട്ടിൽ കർണാടകയുടെ തൊട്ടടുത്ത് രാത്രിയിൽ ഏതൊരു സമയത്തും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു റൂട്ടുണ്ട്. അതാണ് തിരുനെല്ലി. ആ ഒരു റൂട്ടിൽ യാത്ര ചെയ്ത് ആനയും മറ്റു മൃഗങ്ങളെയും കണ്ടുകൊണ്ട് തിരുനെല്ലിയും അതോടൊപ്പം അതിനടുത്തേ സുന്ദരമായിട്ടുള്ള അധികമാരും പോയിട്ടില്ലാത്തൊരു ഗ്രാമമുണ്ട്, നെട്ര. ഇനി വയനാട്ടിൽ വരുന്ന സമയത്ത് കണ്ടിരിക്കേണ്ട ഒരു ഗ്രാമം, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിട്ടാലോ? വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ്. പത്തനംതിട്ടയിൽ നിന്നും എല്ലാ ദിവസവും തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നൊരു KSRTC ബസ് ഉണ്ട്. പറഞ്ഞപ്പോഴേക്ക് ഇതാ വന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങാതെ ഓടിച്ചു വരുന്നതാ ഇത്രയും ദൂരം. അതുകൊണ്ടൊരു ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ ചുരം കയറാമെന്ന് വിചാരിച്ചിട്ട് അടിവാരത്ത് നിർത്തിയതാ. നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തുകൊണ്ടേ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന വയനാട്ടിലെ ഒരേ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും വൈകുന്നേരം 5 മണിക്കാണ് ഈ ഒരു ബസ് എടുക്കുന്നത്. പുലർച്ചെ 5 മണിയാവുന്ന സമയത്ത് തിരുനെല്ലി ക്ഷേത്രത്തിനടുത്തെത്തും. നമ്മൾ താമരശ്ശേരിയിൽ നിന്നും ബസ്സിൽ കയറിയത് 2:20-നാണ്. ഈ ഒരു സമയത്തായതുകൊണ്ട് ചുരത്തിൽ തിരക്ക് കുറച്ച് കുറവുണ്ട്. ചില സമയത്തൊക്കെ ഈ ഒരു ചുരത്തിലെ നല്ല പോലെ ബ്ലോക്കും ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ഒരു താമരശ്ശേരി ചുരത്തിൻ്റെ കഥയും അതോടൊപ്പം ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും എല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രിപ്പുകൾ പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുമുണ്ട്. ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ബസ്സുകൾ വരുന്ന സമയത്തെ നമ്മളൊന്ന് കണ്ടറിഞ്ഞ് വണ്ടി നിർത്തി കൊടുത്താലേ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടുന്ന് പോകാൻ പറ്റും. അതേ സ്ഥാനത്ത് അതൊന്നും നോക്കാതെ അങ്ങനെ മുൻപോട്ട് പോയാലേ ഇതേപോലത്തെ വലിയ വളവിൽ അങ്ങ് കുടുങ്ങിപ്പോവും. അങ്ങനെയാണ് 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ചില സമയങ്ങളിലൊക്കെ ബ്ലോക്ക് ഉണ്ടാവാറുള്ളത്. ഏതൊരു ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും നല്ല പോലെ ശ്രദ്ധിച്ച് മറ്റുള്ള ആളുകളെയും കൂടി ഒന്ന് നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചുരം കയറി മുകളിലേക്ക് എത്തുന്ന സമയത്തെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് കാണുന്നത് കണ്ടോ, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഈ ഒരു ചുരത്തിൽ ഏതൊരു സമയത്തും ആളുകൾ ഉണ്ടാവാറുണ്ട്. അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. ചെറുതായിട്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ മുൻപോട്ടുള്ള വ്യൂ കാണാനേ കുറച്ച് പണിയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റൂട്ടിലൊന്നും ആയിരിക്കില്ല വയനാട്ടിലേക്ക് പോവുക. നമ്മുടെ തുരങ്കപാത വരുന്നില്ലേ മുത്തപ്പൻ പുഴയിൽ നിന്നും, അവിടെ പോയിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 9 വളവുകളും കയറ്റങ്ങളും ഒക്കെ കയറി നമ്മളിതാ വയനാട്ടിലേക്ക് കയറുകയാണ്. വെൽക്കം ടു വയനാട്. ഇവിടെയാണ് വയനാട് ചുരം കാണിച്ചു കൊടുത്തിട്ടുള്ള കരിന്തണ്ടൻ്റെ പ്രതിമയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൽപ്പറ്റയും കഴിഞ്ഞ് മുൻപോട്ട് പോയിട്ട് നമ്മൾ ഇവിടുന്ന് മാനന്തവാടിയിലേക്ക് തിരിയാണ്. ഇവിടത്തേക്കുള്ള റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മോശമാണ്. പക്ഷേ റോഡിൻ്റെ പണി തീർന്നാലേ നല്ല അടിപൊളി റൂട്ടായിരിക്കും. രാത്രി കാലങ്ങളിൽ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളില്ലേ, അത് പോകുന്ന റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. താമരശ്ശേരി അടിവാരം, കൽപ്പറ്റ മാനന്തവാടി, പിന്നെ കാട്ടിക്കുളം തിരുനെല്ലി. അതേപോലെ തന്നെ ടിക്കറ്റ് പറഞ്ഞില്ലല്ലോ, താമരശ്ശേരിയിൽ നിന്നും തിരുനെല്ലിയിലേക്ക് 157 രൂപയാണ് ടിക്കറ്റ്. ഈ ഒരു ബസ് നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെയും കയറാൻ പറ്റും. അങ്ങനെ ഒരുപാട് സമയം യാത്ര ചെയ്ത് നമ്മൾ മാനന്തവാടിയിലിതാ എത്തിയിട്ടുണ്ട്. ഇനി മാനന്തവാടി KSRTC ഡിപ്പോയിലൊക്കെ കയറ്റി അത്യാവശ്യം വേണ്ട ഡീസലും കാര്യങ്ങളും ഒക്കെ അടിച്ചതിന് ശേഷമാണ് ഇനി പോവുക.
നമ്മൾ താമരശ്ശേരിയിൽ നിന്നും ബസ്സിൽ കയറിയ സമയത്തെ നല്ല മഴ ഉണ്ടായിരുന്നു. എന്തായാലും വയനാട്ടിലേക്ക് കയറിയ സമയത്ത് മഴ ഇല്ല. അതുകൊണ്ട് തന്നെ മുൻപോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടെ മുൻപോട്ട് പോയാലേ കാട്ടിക്കുളത്തെത്തും. കാട്ടിക്കുളം കഴിഞ്ഞാൽ പിന്നെ കാടാണ്. എന്തായാലും മൃഗങ്ങളെ കാണുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയും ഉണ്ട്. മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലിയിലേക്ക് 25 കിലോമീറ്ററിനടുത്ത് ദൂരം പോകാനുണ്ട്. എന്തായാലും നമ്മളിതാ കാട്ടിക്കുളത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ കാണുന്ന ആ റോഡ് കണ്ടോ, അത് പോകുന്നത് ബാവലി ചെക്ക് പോസ്റ്റില്ലേ, കർണാടക ബോർഡർ. ആ ഒരു ചെക്ക് പോസ്റ്റും രാത്രിയിൽ അടയ്ക്കും. നമ്മളെന്തായാലും ഇപ്പം തോൽപ്പെട്ടിയിലേക്ക് പോകുന്ന റൂട്ടില്ലേ, അതിലെയാണ് പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാടാണ്. മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയൊക്കെയുണ്ട്. പക്ഷേ ഇതിലേ എല്ലാ സമയവും വാഹനങ്ങളുണ്ടാവും. അതായത് ഈ ഒരു റൂട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളും വാഹനങ്ങളും ഒക്കെ രാത്രിയിൽ പോകുന്ന റൂട്ട്. ആ ഒരു റൂട്ടാണ് ഇത്. പക്ഷേ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് നമ്മൾ തിരുനെല്ലി റൂട്ടിലേക്ക് തിരിയും. അതിനുശേഷം പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ കാടിനുള്ളിൽ. എന്തായാലും റോഡ് സൈഡിലൊക്കെ മാനുകളൊക്കെ ഉണ്ട്. ഈ റൂട്ട് ശരിക്കും രാത്രിയിലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയും കൂടെ കണ്ടാലേ സെറ്റാണ്. അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു റോഡ് ഇതാ രണ്ടായിട്ട് തിരിയാണ്. റൈറ്റിലേക്ക് പോയാൽ തോൽപ്പെട്ടി, ലെഫ്റ്റിലേക്ക് പോയാൽ തിരുനെല്ലി റൂട്ട്. നമ്മൾ തിരുനെല്ലി റൂട്ടിലാണ് ഇനി പോകുന്നത്. കഴിയുന്നതും രാത്രിയിലൊന്നും ഈ ഒരു റൂട്ടിൽ വരാതിരിക്കുകയാണ് നല്ലത്. ആനകളെയൊക്കെ എന്തായാലും റോട്ടിലൊക്കെ കാണുന്നൊരു റൂട്ടാണ്. എന്തായാലും ആനപ്പിണ്ടം കാണാൻ പറ്റിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുമെന്ന് നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും നോക്കും. പക്ഷേ ബസ്സിനകത്തൊക്കെ പോകുന്ന സമയത്തെ ഇതിൻ്റെ ഈ മുൻപോട്ട് കാണുന്ന വെളിച്ചമില്ലേ, അതിനകത്ത് കാണുന്ന കാഴ്ചകൾ മാത്രമേ നമുക്കും കാണാൻ പറ്റൂ. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഈ ഒരു കാടിനുള്ളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റിയാലേ അത് നിങ്ങളെ കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 പ്രാവശ്യമൊക്കെ ഈ ഒരു റൂട്ടിൽ തന്നെ യാത്ര ചെയ്യുന്നത്. ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. ഈ ഒരു ട്രിപ്പിനകത്തെ നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടും അതേപോലെ തന്നെ അധികമാരും കണ്ടിട്ടില്ലാത്ത പോയിട്ടില്ലാത്ത നെട്ര എന്ന് പറയുന്ന ഒരു അടിപൊളി ഗ്രാമമുണ്ട്. അതിൻ്റെ കാഴ്ചകളും ഞാൻ രാവിലെ തന്നെ നിങ്ങൾക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. ഇതാ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു മരത്തിൻ്റെ സൈഡിൽ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇനി മുൻപോട്ടും നമുക്ക് കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. അതും കാടിനുള്ളിലൂടെ തന്നെയാണ്. ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള ഈ ഒരു റോഡില്ലേ, ഇതിലെ പോയാൽ നമുക്ക് അരണപ്പാറയും അപ്പപ്പാറയും കഴിഞ്ഞ് നമുക്ക് തോൽപ്പെട്ടിയിലേക്ക് പോകാൻ പറ്റും. അതിലെയും നമ്മൾ പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും കാടിനുള്ളിലൂടെ തന്നെ പോകുന്നൊരു റൂട്ടാണ്. ഈ ഒരു സമയത്ത് നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിലെ നമ്മൾ മാത്രമേ ഉള്ളൂ. കാട്ടുപോത്തിൻ്റെ ബോർഡിൻ്റെ താഴത്ത് കുറച്ച് മാനുകൾ. എന്തായാലും അവിടുന്ന് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗം കണ്ടോ. ഇവിടെ നമ്മളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് ഒരു ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നമ്മുടെ വണ്ടിയുടെ മുന്നിലൂടെ റോട്ടിലൂടെ ഒരുപാട് സമയം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോനകത്ത് ആഡ് ചെയ്യാം. ചില സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ധൈര്യമായിരിക്കും. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ പേടി തോന്നും. അതേപോലത്തെ ഒരു കാഴ്ചയാണ് ഇതൊക്കെ.
എന്തായാലും ഈ ഒരു ട്രിപ്പിനകത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. രാത്രിയിൽ കാടിൻ്റെ സൗന്ദര്യം മാത്രമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. അല്ല, നമുക്കൊരു കാട്ടുപോത്തിനെ കാണാൻ പറ്റിയിട്ടുണ്ടല്ലേ, അതേപോലെ കുറച്ച് മാനുകളെയും. അങ്ങനെ കാടിനുള്ളിലൂടെ കുറേ ദൂരം യാത്ര ചെയ്ത് കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടേ നമ്മളിതാ തിരുനെല്ലിയിലേക്ക് എത്തുകയാണ്. നമ്മൾ പോകുന്ന ഈ ഒരു ബസ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയിട്ടാണ് തിരിച്ചു വരാറുള്ളത്. ഇവിടുന്ന് ബസ് തിരിച്ച് താഴെ ഭാഗത്ത് ഇതാ ഇവിടെയാണ് നിർത്തിയിടാറുള്ളത്. ഈ ഒരു ബസ് ഇനി പത്തനംതിട്ടയ്ക്ക് പോകുന്നത് 3 മണിക്കാണ്. നമ്മളെന്തായാലും ക്ഷേത്രത്തിനടുത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഈ ഒരു സമയത്തായതുകൊണ്ട് ആളുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ 5:10 സമയത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് സമയമേ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. ഇതാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ഒരു ക്ഷേത്രത്തിന് പ്രസിദ്ധി. അങ്ങേയറ്റത്ത് ബ്രഹ്മഗിരി മലനിരകളുടെ അപ്പുറത്തു നിന്നും സൂര്യൻ ഉദിച്ചു വരാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ വന്നു, അതോടൊപ്പം സൂര്യനും വന്നു. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഇതാ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകൾക്ക് താഴ്വാരത്താണ് ഈ ഒരു ക്ഷേത്രം. ഇവിടേക്ക് ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതേപോലത്തെ 30 കരിങ്കൽ തൂണുകൾ ഉണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ. എന്തായാലും ഇപ്പം പുനരുദ്ധാരണമൊക്കെ നടക്കുകയാണ്. ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തെ ഈ ഒരു കരിങ്കൽ പാത്തി കണ്ടോ? ഇത് മലയുടെ മുകളിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ടുവരുന്ന കൽപ്പാത്തിയാണ്. ഇതിലെ വരുന്ന വെള്ളമെടുത്തുകൊണ്ടാണ് ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. എന്തായാലും കുറച്ചു സമയം സൂര്യൻ ഉദിച്ചു വരുന്നവരെ നമ്മൾ ക്ഷേത്രത്തിനടുത്തൊക്കെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം കാണാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടാവില്ല ആ ഒരു സ്ഥലത്ത്. ഇതാ നമ്മുടെ ബസ്. രാത്രി ആയതുകൊണ്ട് ഇവനെ നല്ലപോലെ ഒന്ന് കാണാൻ പറ്റിയിട്ടില്ല. എന്തായാലും താഴെ ഭാഗത്തേക്ക് നടന്നു. ഇതാണ് തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ വരെയാണ് എല്ലാ ബസ്സുകളും വരിക. ഈ ഒരു ബസ് നിർത്തിയിട്ട് ആ ഒരു റോഡില്ലേ, അതിലെ നേരെ പോയാലും നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് എത്തുക. വണ്ടി എടുത്ത് വരുന്ന സമയത്ത് അതിലെ പോയാൽ മതി. ഏകദേശം 1.5 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട്. പക്ഷെ നടന്നു പോകുന്ന സമയത്തെ ഇതിലെ നേരെ താഴോട്ട് ഇറങ്ങിയാൽ മതി. കുറച്ചു ദൂരം താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മളൊരു പാടത്തിൻ്റെ സൈഡിലേക്ക് ഇതാ എത്തും. ശരിക്കും ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് വരെ കാണാത്ത കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എന്തായാലും നമ്മൾ ഒരുമിച്ച് നെട്ടറ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കാഴ്ചകൾ പോയിട്ട് കണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അതിലെ വരാമെന്ന്. അതാ ആ കാണുന്ന റോഡിനാണ് വരിക. എന്നിട്ടേ ഇതിലെ നേരെ താഴോട്ട് പോയാൽ മതി. ഈ റോഡ് നേരെ പോകുന്നത് കാട്ടിക്കുളത്തേക്കാണ്. ഈ ഒരു ഇറക്കം താഴോട്ട് ഇറങ്ങിയാൽ നമ്മളിതാ നെട്ടറ പാലത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നെട്ടറ പാലം. ഈ ഒരു സമയത്ത് വെള്ളം ഒരുപാടൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് കാണുന്ന കാഴ്ചയെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടിട്ടുള്ളൊരു വ്യൂ ആണ്. ഒന്ന് കണ്ടു നോക്ക്. രാവിലെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നാലേ ഇതേപോലത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. രാവിലത്തെ വെയിലിൻ്റെ ആ ഒരു ചൂടും പിന്നെ തണുത്ത കാറ്റുമുണ്ട്. ആ ഒരു വൈബേ ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ ഭംഗിയെക്കുറിച്ചിട്ട് ഞാനെന്ത് പറയാനാ, ഈ കാഴ്ചകളൊക്കെ പോരെ. എന്തായാലും സൂര്യൻ വല്ലാണ്ട് ശ്രമിക്കുന്നുണ്ട് ആ മേഘങ്ങൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടേ. ശരിക്കും ഈ ഒരു നെട്ടറ ബ്രിഡ്ജും അതോടൊപ്പം അതിൻ്റെ ചുറ്റുപാടും ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്ക്.
ഈ ഒരു സ്ഥലത്ത് ഇപ്പം ആരും ഇല്ലാത്തത് നിങ്ങൾ നോക്കണ്ട. വൈകുന്നേരങ്ങളിലെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ആളുകളാണ്. എന്തായാലും ഇതിലെ നടന്നിട്ട് താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാളിന്തി നദി കാണാൻ പറ്റും. കാളിന്തി നദിക്കരയിലാണ് നെട്ടറ എന്ന് പറയുന്ന ഗ്രാമം. പച്ച പുതച്ച പാടത്തുകൂടെ ഇതേപോലെ നടക്കാൻ ഒരു വൈബുണ്ട്. നമ്മളെന്തായാലും കാളിന്തി നദിക്കരയിലേക്കാണ് പോകുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടോ, എന്തല്ലേ. ഈ ഒരു സമയത്തെ ഒരു ഗോൾഡൻ ലൈറ്റിലെ ഒരുവിധം എല്ലാ സാധനങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. എന്തായാലും ഇതേപോലത്തെ മഞ്ഞ പൂക്കളില്ലേ, അതിവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ മൊത്തമായിട്ട് മഞ്ഞപ്പൂക്കളായിരിക്കും, ചിലപ്പം പച്ച പുതച്ച കാഴ്ചകളും. ഈ കാണുന്നതെല്ലാം നെൽപ്പാടങ്ങളാണ്. നെല്ല് വിതച്ച സമയത്താണ് ഇങ്ങോട്ട് വരുന്നതെങ്കിലേ മൊത്തമായിട്ട് പച്ച പുതച്ച കാഴ്ചയും കാളിന്തി നദിയും ഈ ഒരു ബ്രിഡ്ജും എല്ലാം നമ്മളിവിടെ പിടിച്ചു നിർത്തും. അത്രയ്ക്കും ഭംഗിയുണ്ട് ഇവിടെ. ഇനി വയനാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കേണ്ട റൂട്ടാണ് തിരുനെല്ലി റൂട്ട്. അവിടെ വന്നിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഈ ഒരു നെട്ടറ എന്ന് പറയുന്ന സുന്ദരമായ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും കണ്ടുകൊണ്ട് തിരിച്ചു പോകണം. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.